ഡൽഹിയിൽ IAS അക്കാദമി സെന്ററിൽ മരിച്ച മലയാളി നെവിൽ ഡാൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. നെവിന്റെ മൃതദേഹം മോർച്ചറിയിൽ പോയി കണ്ട് തിരിച്ചറിഞ്ഞു. മൃതദേഹം ഇന്ന് രാത്രി തന്നെ നാട്ടിലെത്തിക്കുമെന്നും ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കണമെന്നും നെവിന്റെ അമ്മാവൻ ലിനുരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. So today morning, tentatively by 10 o'clock, the postmortem they must start. So 2 o'clock we are expecting that Nevin ka body. So we are going to our hometown, Trivandrum, by today 8:35. So we will reach around 11:30 over there. Yes, it's a tragedy. My sincere request to you, future il nadakkan paadilla. ഡെലിവറികളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴായിരിക്കും ആരംഭിക്കുക? അതിനുശേഷം ഇന്ന് വൈകിട്ട് തന്നെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണോ കാണുന്നത്? മറ്റു വിശദാംശങ്ങളും എന്തൊക്കെയാണ്? KP, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇതിനുശേഷം വൈകുന്നേരം നെവിൻ ഡാൽവിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇന്നിപ്പോൾ ബന്ധുക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നെവിനൊപ്പം തന്നെ മറ്റ് ഉത്തർപ്രദേശ് സ്വദേശിയും അതോടൊപ്പം തന്നെ തെലങ്കാന സ്വദേശികളുമായ 2 പെൺകുട്ടികൾക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇരുവരുടെയും മൃതദേഹം കഴിഞ്ഞ ദിവസം തന്നെ അതാത് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി. എന്നാൽ നെവിന്റെ കുടുംബം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഡൽഹിയിലെത്തിയത്. ഇന്നിപ്പോൾ രാവിലെ അമ്മാവൻ മോർച്ചറിയിലെത്തി ഈ മൃതദേഹം നെവിന്റെ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കുന്നത്. രാവിലെ ബന്ധുക്കൾ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ഇത്ര മാത്രമാണ്: ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം വലിയ പ്രതീക്ഷകളോടെ ഡൽഹിയിലേക്ക് പഠിക്കാൻ എത്തുകയും പിന്നീട് ഇത്തരത്തിൽ വെള്ളം കയറി അതുദാരുണമായ ഒരു മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അനധികൃതമായും മറ്റും ഡൽഹിയിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെപ്പറ്റി വലിയ തോതിലുള്ള മുൻകരുതലുകൾ വേണം എന്ന് മാത്രമാണ് ബന്ധുക്കൾ പ്രതികരിച്ചത്. ഡൽഹി പോലീസിന്റെ സഹായം എല്ലാ അർത്ഥത്തിലും കുടുംബത്തിന് ലഭിച്ചു എന്നും ലിനു ഇദ്ദേഹത്തിന്റെ അമ്മാവനാണ്, ഇദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാത്രി 8:30 മൃതദേഹം നാട്ടിലേക്ക് വിമാനമാർഗം കൊണ്ടുപോകും. ഗൗതം, ഒപ്പം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വിദ്യാർത്ഥികളുടെ ഭാഗത്തിനടക്കം പൊതുസമൂഹത്തിന്റെ ഭാഗത്തിനടക്കം പ്രതിഷേധം ശക്തമാവുകയാണ് ഇപ്പോഴും? പാലിക്കാതെയാണ് ഈ IAS അക്കാദമി അവിടെ പ്രവർത്തിച്ചത് എന്ന സംബന്ധിച്ചുള്ള വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇന്നലെ പകലും രാത്രിയിലും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം, പ്രത്യേകിച്ച് ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ സ്ഥാപനത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഇത് ഒരു രാഷ്ട്രീയ വിവാദം എന്ന നിലയിൽ കൂടി മാറുന്നുണ്ട്. ഈ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ തകർച്ചയാണ് ഈ 3 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. ഇത് ഡൽഹിയിൽ ആദ്യത്തെ സംഭവമല്ല. ചെറിയ മഴ പെയ്താൽ തന്നെ നഗരം മുഴുവൻ വെള്ളക്കെട്ട് നിറയുന്ന രീതിയിലുള്ള മോശം ഡ്രെയിനേജ് സിസ്റ്റം ഉള്ള ഒരു നഗരമാണ് ഡൽഹി. അതിനാൽ ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഒപ്പം മുൻപ് ഡൽഹിയിൽ അധികാരത്തിലിരുന്നത് കോൺഗ്രസ് ആണ്. പ്രത്യേകിച്ച് ഷീലാ ദീക്ഷിത് 15 വർഷക്കാലം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് ഏറ്റവും അധികം കാലം തുടർഭരണം നേടിയിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയാണ്. അതിനാൽ ഈ 2 രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ ഈ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.